ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുതുവാൻ ആദിവാസി ഉന്നതിയായ കട്ടപൊടിയിൽ കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. 3 പതിറ്റാണ്ടുകളായി തരിച്ചുകിടന്നിരുന്ന പാടശേഖരം ഹരിതകേരള മിഷന്റെയും അടിമാലി കൃഷിഭവന്റെയും നേതൃത്വത്തിലാണ് കൃഷിയോഗ്യമാക്കിയത്. 3 പതിറ്റാണ്ടുകളായി തരിച്ചുകിടന്നിരുന്ന പാടശേഖരം കൃഷിയോഗ്യമാക്കുക എന്നത് എളുപ്പമായിരുന്നില്ല. ഇതിനായി ഉന്നതിയിലെ കർഷകർ സംഘടിച്ച് പുതിയ പാടശേഖര സമിതി രൂപീകരിച്ചു. തുടർന്ന് പാടശേഖര സമിതി കാർഷിക പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ഏറ്റെടുത്തു. പൂർണ്ണമായും മനുഷ്യാധ്വാനത്താൽ ഈ തരിശു ഭൂമികൾ കൃഷിയോഗ്യമാക്കിയതിലൂടെ 29 കർഷകർ ചേർന്ന് 12 ഏക്കറിൽ നെൽകൃഷി തിരിച്ചു കൊണ്ടുവന്നു. കൃഷിവകുപ്പിന്റെ പ്രകൃതി കൃഷി പദ്ധതിയിലേക്ക് പ്രദേശം തെരഞ്ഞെടുത്തുകൊണ്ട് പൂർണ്ണമായും പ്രകൃതി കൃഷിരീതികൾ അവലംബിച്ചായിരുന്നു നെൽകൃഷി ചെയ്തത്. ദേവികുളം MLA അഡ്വക്കേറ്റ് A. രാജ ഉദ്ഘാടനം ചെയ്ത കൊയ്ത്തുത്സവത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ തരിച്ചു കിടന്നിരുന്ന പാടശേഖരങ്ങളിൽ നെൽകൃഷി തിരിച്ചു കൊണ്ടുവരുന്ന പ്രവർത്തനങ്ങളിൽ 2023 മുതലാണ് ഹരിതകേരള മിഷൻ സജീവമായി ഇടപെടൽ ആരംഭിക്കുന്നത്. അന്ന് 7 ഏക്കറിൽ മാത്രം നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥാനത്ത് 2 വർഷം കൊണ്ട് 55 ഏക്കറിലേക്ക് നെൽകൃഷി അടിമാലി ഗ്രാമപഞ്ചായത്തിൽ വർദ്ധിപ്പിക്കാൻ ഹരിതകേരളം മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. കൈരളി ന്യൂസ്, ഇടുക്കി.